ഞാൻ നേരത്തെ ഇതേ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്താൽ, പക്ഷേ റെക്കോർഡിങ് ഓഫായി പോയടേ. ഇതൊക്കെയാണ് പ്രശ്നം. ഓൾമോസ്റ്റ് ചെയ്ത് തീർന്നായിരുന്നു. ഇനിയിപ്പോൾ ഒന്നുകൂടെ പറയാം, നോക്കിയോ. നമ്മൾ ക്വസ്റ്റ്യൻസ് ഇപ്പം നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻസ് ചെയ്ത പോലത്തെ ഡേറ്റാസൊക്കെ തന്നെയാണ് ഇതിൽ. പക്ഷേ വ്യത്യാസം എന്ന് പറയുന്നത് ചിലപ്പോൾ ഇതിൽ ഈ തന്നിരിക്കുന്ന ഒരു മോഡ് വെച്ചിട്ട്, ആ ഡയമെൻഷൻ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ പോയിൻറ്റിൻ്റെ പൊസിഷൻ വെച്ചുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂസിങ് ആയിട്ട് തോന്നാം എന്നുള്ള രീതിയിലുള്ളൊരു ക്വസ്റ്റ്യനാണിത്. അപ്പോൾ ഇവിടെ നോക്കി, ദ ടോപ്പ് വ്യൂ ഓഫ് എ 75 mm ലോങ് ലൈൻ എ ബി മെഷേഴ്സ് 50 mm. അപ്പോൾ ഇത് വായിക്കുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവരുത്. പറഞ്ഞിരിക്കുന്നത് ടോപ്പ് വ്യൂ ഓഫ് എ 75 mm ലോങ് ലൈൻ എ ബി എന്നാണ്. അപ്പോൾ ലൈനിൻ്റെ പേരെന്താ നമുക്ക് അപ്പോഴേ ക്ലാരിറ്റി വന്നു. എ ബി ആണ് ലൈനിൻ്റെ പേരെന്നുള്ളതിൽ എനിക്ക് ഡൗട്ടൊന്നുമില്ല. എ ബി ആണ് ലൈനിൻ്റെ പേര്. ആ 75 mm ലോങ് ലൈനിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എ ബി എന്ന് പറഞ്ഞ ലൈനിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 75 mm ലോങ് ആണ്. അപ്പോൾ അതിൻ്റെ ട്രൂ ലെന്താണ് എത്രയെന്ന് പറഞ്ഞേക്കുന്നത് 75 mm. ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ടോപ്പ് വ്യൂ, ഒരു ലൈനിൻ്റെ ടോപ്പ് വ്യൂ, എ ബി എന്ന് പറയുന്ന ലൈനിൻ്റെ ടോപ്പ് വ്യൂ. ആ എ ബി എന്ന് പറയുന്നതിൻ്റെ ലെന്ത് എത്രയാണ്? 75 mm ആണ്. അതതിൻ്റെ ട്രൂ ലെന്താണ്. മെഷേഴ്സ് 50 mm. ആ ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് മെഷേഴ്സ് എത്രയാണ്? 50 mm. അപ്പോൾ ടോപ്പ് വ്യൂവിൻ്റെ ലെന്താണ് 50. ഇപ്പോൾ ടോപ്പ് വ്യൂ, ക്യാപിറ്റൽ എ ബി എന്ന് പറയുന്ന ലൈനിൻ്റെ ടോപ്പ് വ്യൂ എന്ന് പറഞ്ഞാൽ സ്മാൾ എ ബി ആയിരിക്കുമല്ലോ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അത് എത്ര എം എം ആണ്? 50 mm ആണ്. ഈ 50യും 70യും കൂടെ തിരിഞ്ഞു പോകരുത്, 75 കൂടെ തിരിഞ്ഞു പോകരുത്. അതാണ് നമ്മൾ ആദ്യത്തെ ആ ഒരു സെൻറ്റൻസ് വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ ഇത് ടോപ്പ് വ്യൂ ഓഫ് എ 75 mm ലോങ് ലൈൻ എ ബി മെഷേഴ്സ് 50 mm ആൻഡ് എ ഈസ് 50 mm ഇൻ ഫ്രണ്ട് ഓഫ് ഇ പി. എ എന്ന് പറയുന്നത് പോയിൻ്റ് ആണ് കേട്ടോ. എ എന്ന് പറയുന്ന പോയിൻ്റ് ഈസ് 50 mm ഇൻ ഫ്രണ്ട് ഓഫ് ഇ പി. ഇപ്പോൾ എ എന്ന് പറയുന്ന പോയിൻറ്റിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ അത് 50 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി ആണ്. ആൻഡ് 15 mm ബിലോ എച്ച് പി. അപ്പോൾ 15 mm എന്താണ്? ബിലോ എച്ച് പി ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ദ പോയിൻറ്റ് ബി ഈസ് 15 mm ഇൻ ഫ്രണ്ട് ഓഫ് ഇ പി ആൻഡ് ഈസ് എബോ എച്ച് പി. ബി എന്ന് പറയുന്ന പോയിൻറ്റിൻ്റെ കേസിൽ അത് എത്രയാണ്? 15 mm ഇൻ ഫ്രണ്ട് ഓഫ് ഇ പി എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതേസമയം എബോ എച്ച് പി ആണ്. ആ പോയിൻ്റ് എന്ന് പറയുന്നത് എച്ച് പിക്ക് എബോ ആണ്. അതായത് ബി ഡാഷ് എന്ന് പറയുന്നത് എക്സ് ലൈനിന് മേളിൽ വരും എന്നുള്ള മാത്രം നമ്മുടെ മനസ്സിലപ്പോൾ കയറുള്ളൂ. ചോദിച്ചിരിക്കുന്നത് ഡ്രോ ദ ഫ്രണ്ട് വ്യൂ. ഫ്രണ്ട് വ്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് എ ബിയുടെ ഫ്രണ്ട് വ്യൂ എന്താണ്? എ ഡാഷ് ബി ഡാഷ്. ആ ഫ്രണ്ട് വ്യൂ വരയ്ക്കണം. വേണമെങ്കിൽ മെഷറും കൂടെ ചെയ്ത് എഴുതാം. ആൻഡ് ഫൈൻഡ് ഇറ്റ്സ് ഇൻക്ലിനേഷൻ വിത്ത് എച്ച് പി ആൻഡ് വി പി. എച്ച് പിക്ക് വിത്ത് റെസ്പെക്റ്റ് ഉള്ള ഇൻക്ലിനേഷൻ തീറ്റ, ഇൻക്ലിനേഷൻ ഓഫ് ലൈൻ വിത്ത് എച്ച് പി തീറ്റയും ഇൻക്ലിനേഷൻ ഓഫ് ലൈൻ വിത്ത് വി പി എന്ന് പറയുന്ന ട്രൂ ഇൻക്ലിനേഷൻസുമാണ് നമുക്ക് എന്ത് ചെയ്യാനായിട്ടുള്ളത്, ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിന് വേണ്ടി ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ ഈ തന്നിരിക്കുന്ന പോർഷൻസൊക്കെ വരച്ച് നോക്കി ഏകദേശം ആകുമ്പോഴത്തേക്ക് നമുക്കിത് ചെയ്യാൻ പറ്റുമോ ഇല്ല എന്നൊക്കെ ഒരു തീരുമാനം അറിയാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അത് ആദ്യമേ ഞാൻ എന്ത് ചെയ്തു, ഒരു എക്സ് വൈ ലൈൻ വരച്ചു എൻ്റേതായ രീതിയിൽ. എന്നിട്ട് പേപ്പറിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഓരോന്നായിട്ട് ചെയ്ത് നോക്കാനായിട്ട് പോകും. നമുക്ക് ഒരു പോയിന്റ് ലൊക്കേറ്റ് ചെയ്ത് തുടങ്ങാം. എ എന്ന് പറയുന്ന പോയിന്റ് 50 mm ഇൻ ഫ്രണ്ട് ഓഫ് ഇ പി ആണ്. അപ്പോൾ 50 mm ഇൻ ഫ്രണ്ട് ഓഫ് ഇ പി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എന്താണ്, ഇൻ ഫ്രണ്ട് ഓഫ് ഇ പി എക്സ് വൈ ലൈന് താഴേക്ക് പോയിട്ട് നമ്മൾ എന്താ മാർക്ക് ചെയ്യുന്നത്? പ്ലാനാണ് മാർക്ക് ചെയ്യുന്നത്. എ എന്ന് പറയുന്ന പോയിൻറ്റിൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് ഈ സ്മാൾ ലെറ്റർ എ ആയിട്ട് ഡിനോട്ട് ചെയ്യും. അപ്പോൾ ഇതെത്രയാണ്? 50 mm ആണ് ഞാൻ താഴേക്ക് എടുത്തത്. നിങ്ങൾക്ക് അറിയാൻ വേണ്ടി മാത്രമാണ് ഞാനിങ്ങനെ 50 എന്ന് എഴുതുന്നത്. ഇങ്ങനെ എല്ലാ ഡയമെൻഷൻ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇനി 15 mm ബിലോ എച്ച് പി, ഇത് 15 mm ബിലോ എച്ച് പി പോകുമ്പോഴത്തേക്ക് എക്സ് വൈ ലൈനിന് താഴേക്ക് പോയിട്ട് അതിൻ്റെ എലിവേഷനാണ് മാർക്ക് ചെയ്യുന്നത്. എക്സ് വൈ ലൈന് താഴേക്ക് എന്ന് പറയുമ്പോൾ 15 mm ആകുമ്പോൾ 1.5 cm അത് താഴേക്ക് വന്നു. ഇവിടെ ഒരു പോയിന്റ് കിട്ടി. അവിടെ നമ്മൾ എന്ത് ചെയ്തു? എ ഡാഷ്, എയുടെ എലിവേഷൻ എ ഡാഷ് മാർക്ക് ചെയ്തു. അത് എത്രയാണ്? 15 mm താഴേക്കാണ്. നമ്മൾ അറിയാൻ വേണ്ടി മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ്. നിങ്ങൾക്ക് അറിയാൻ വേണ്ടി മാത്രമാണ്. ഇങ്ങനെ എല്ലാ ഡയമെൻഷൻ ചെയ്യുന്നത് നിങ്ങൾക്കറിയാം. അപ്പോൾ അതിങ്ങനെ ആക്കി വെച്ചു. ഇപ്പോൾ ഈ രണ്ട് സാധനങ്ങളും ഞാൻ മാർക്ക് ചെയ്തു. നെക്സ്റ്റ് ബി എന്ന് പറയുന്ന പോയിന്റ് 15 mm ഇൻ ഫ്രണ്ട് ഓഫ് ഇ പി ആണെന്ന് അറിയാം. പിന്നെ അതേസമയം എബോ എച്ച് പി ആണ് ബി എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ ഫ്രണ്ട് ഓഫ് ഇ പി ഡിസ്റ്റൻസ് മാത്രമേ നമുക്ക് ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഇൻ ഫ്രണ്ട് ഓഫ് ഇ പി ഇത്രയാണെന്നുള്ളത് എനിക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റണം? മാർക്ക് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഇൻ ഫ്രണ്ട് ഓഫ് ഇ പി മാർക്ക് ചെയ്യാൻ എനിക്ക് ഡിസ്റ്റൻസ് വെച്ച് ചെയ്യുന്ന പ്രൊജക്ടർ അല്ലെങ്കിൽ എക്സാക്ട് പോയിന്റ് ഇല്ല. അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പോയിന്റ് വെച്ചിട്ട് ഇൻ ഫ്രണ്ട് ഓഫ് ഇ പി എന്ന് പറയുന്നത് എക്സ് വൈ ലൈനിൻ്റെ താഴേക്കാണ് ആ ഡിസ്റ്റൻസ് നമ്മൾ എന്ത് ചെയ്യൽ എടുക്കൽ, അല്ലെങ്കിൽ എക്സ് വൈ ലൈനിൻ്റെ താഴേക്കാണ് ഇൻ ഫ്രണ്ട് ഓഫ് ഇ പി ഡിസ്റ്റൻസ് എടുക്കൽ. എന്നിട്ട് എനിക്ക് എക്സാക്ട് പോയിന്റ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ആ ലോക്കസ് ലൈൻ വരയ്ക്കാൻ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഇവിടെ പറ്റത്തുള്ളൂ. ലോക്കസ് ലൈൻ ഇങ്ങനെ ചെയിൻ ലൈനായിട്ട് ഞാൻ എന്ത് ചെയ്തു? ലോക്കസ് ലൈൻ വരച്ച് കാണിക്കുവാണ്. ആ ലോക്കസ് ലൈൻ്റെ പ്രത്യേകത ഇൻ ഫ്രണ്ട് ഓഫ് ഇ പി എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇൻ ഫ്രണ്ട് ഓഫ് ഇ പി എന്ന് പറയുമ്പം അതിൽ കിടക്കുന്ന പോയിന്റ് എന്താണ്? ബി ആയിരിക്കും അല്ലേ. ബി ആണ് ആ ലൈനിൽ കിടക്കുന്നതെങ്കിൽ അതിൽ കിടക്കുന്ന അടുത്ത പോയിന്റ് എന്തായിരിക്കും? B1. അതായത് പ്ലാനിലെ പോയിന്റ് ബിയും ട്രൂ ലെന്തിലെ പോയിന്റ് B1 എന്ന് പറയുന്ന പോയിന്റും നമുക്കവിടെ ഈ ഒരു ലോക്കസ് ലൈനിൽ കിടക്കും. ഇത് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? ഇത് 15 ആണ് നമ്മൾ താഴേക്ക് എടുക്കുന്നതെന്നുണ്ട്. ഈ 15 ഈക്വൽ ആയതാണ് ഇവിടെ വലിയ കൺഫ്യൂഷൻ വരാൻ സാധ്യത ഉള്ളത് നിങ്ങൾക്ക്. അല്ലാതെ വേറെ കാര്യങ്ങളൊന്നും പ്രശ്നം വരത്തില്ല. അപ്പോൾ നമുക്ക് ഇത്രയും ചെയ്തതിൽ നിന്ന് നമുക്ക് എന്തുണ്ട്? എ എന്ന് പറയുന്ന പോയിൻറ്റിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ ഉണ്ട്. പിന്നെ അടുത്ത് എന്താണ്? എ ഡാഷ് എന്ന് പറയുന്ന പോയിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ ഉണ്ട്. പിന്നെ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ബി എന്ന് പറയുന്നതിൻ്റെ ലോക്കസ് പോയിൻ്റ് ഉണ്ട്, B1ൻ്റെ ലോക്കസ് പോയിൻ്റ് ഉണ്ട്. അപ്പോൾ ഇത് ഇത്രയും നമുക്ക് നേരത്തെ പറഞ്ഞ രീതിക്ക് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന, കാണിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചത് വെച്ച് നോക്കുകയാണ്. ഇപ്പോൾ കാണിക്കാൻ പറ്റത്തില്ലല്ലേ.
ഇപ്പുറത്തായിരുന്നെങ്കിൽ നിങ്ങൾക്ക് കാണാമായിരുന്നു. ഇനിയിപ്പോൾ കീറി അടിക്കേണ്ടി വരും അത്. ഇനിയിപ്പം കീറി എടുത്തേ പറ്റത്തുള്ളൂ. അത് ഇനി നിങ്ങൾ മുന്നോട്ട് പോകത്തില്ല. അതിന് നിങ്ങൾ കാണണം. നമ്മൾ ഏത് ക്വസ്റ്റ്യൻസ് വന്നാലും നമുക്ക് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ആ ബേസിക് ഫിഗർ ഉണ്ടല്ലോ, ആ ബേസിക് ഫിഗർ വെച്ചിട്ട് എന്നെ ആയിരിക്കണം നമ്മൾ സോൾവ് ചെയ്യേണ്ടത്. അല്ലാതെ വേറെ പുതിയൊരു സാധനമാണ് എന്നുള്ള രീതിയിലൊന്നും ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, നോക്കാൻ നിൽക്കരുത്. അപ്പോൾ ഏത് രീതിയിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി വന്നാലും ആ ബേസിക് ഫിഗറിന് എന്ത് ചെയ്യില്ല, വേരിയേഷൻസ് ഒന്നും വരില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ബേസിക് ഫിഗർ എന്ന് പറയുന്നത് അല്ലേ. ഇതിന് വേരിയേഷൻ ഒന്നും എന്ത് ചെയ്യില്ല, വരില്ല. അപ്പോൾ ഇതിൽ സംഭവം നമ്മളിപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ട് നമുക്ക്. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ആലോചിക്കേണ്ടതാണ്, ബി എന്ന് പറയുന്ന പോയിന്റ് ഉണ്ടെങ്കിൽ, ബി എന്ന് പറഞ്ഞെങ്കിൽ ലോക്കസ് ലൈൻ ഇവിടെ അതേപോലെ തന്നെ B1 ഉം B യും അതേ ലോക്കസ് ലൈനിൽ തന്നെ കിടക്കും. ബിയും B1 ഇവിടെ ഉണ്ട്, ഇതേപോലെ ഉണ്ട്. ഓക്കെ, ഇത്രയും മാത്രമേ നമുക്ക് ഇവിടെ ചെയ്യലുള്ളൂ. നെക്സ്റ്റ് ഇനി നമുക്ക് ഏതെങ്കിലും സാധനം, അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്തു, മാർക്ക് ചെയ്തു. ഇനി ആൾ ഏതെങ്കിലും സാധനം മാർക്ക് ചെയ്യാൻ പറ്റുന്നുള്ള AB എന്ന് പറയുന്ന ലെന്ത് 50 mm, അത് മാർക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് നമ്മൾ ആലോചിക്കണം. AB എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു എൻഡ് എന്ന് പറയുന്ന എയും അടുത്ത എൻഡ് B ആണ്. ഇതിൽ ഏതെങ്കിലും A ഉണ്ടോ, ഏതാ ഇവിടെ കിടക്കുന്നത്, B ഉണ്ടോ, B താണ്ട് ഈ ലൈനിൽ എവിടെയോ B ഉണ്ടെന്ന് എനിക്കറിയാം, ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ AB ലെന്തുണ്ടെങ്കിൽ നമുക്ക് എയിൽ നിന്ന് B വരെയുള്ള ലെന്ത് വെച്ചുകൊണ്ട് ഇവിടെ B കറക്റ്റ് എക്സാക്റ്റ് ആയിട്ട് ഈ ലൈനിൽ എവിടെയാണെന്ന് ലൊക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ABയുടെ ലെന്ത് എന്ന് പറയുന്നത് 50 ആണെന്ന് പറഞ്ഞിരിക്കുന്നത് ഞാൻ എന്തിലെടുത്തു, നമ്മുടെ ഇതിനകത്തെടുത്തു. എന്താണ് 50 AB 50 എടുത്തിട്ട് എയിൽ തുടങ്ങി ബിയിൽ അവസാനിക്കുക. A തുടങ്ങി B താണ്ട ഈ ലൈനിൽ ഇവിടെ കട്ട് ചെയ്യുന്നു. അപ്പോൾ എക്സാക്റ്റ് ആയിട്ട് ആ പോയിന്റ് എനിക്ക് കിട്ടി. അപ്പോൾ ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് എന്ത് പറയാം, B. അപ്പോൾ AB ലെന്തല്ലേ 50. അപ്പോൾ A to B എന്ന് പറയുന്നത് എനിക്ക് എന്ത് മാർക്ക് ചെയ്യാൻ പറ്റും, പ്ലാൻ AB കിട്ടി. എനിക്ക് പ്ലാൻ AB കിട്ടിയത്. നെക്സ്റ്റ് അടുത്ത പരിപാടി എന്ന് പറയുന്നത് വേറെ എന്തെങ്കിലും മാർക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. ഇനി നമുക്കുള്ളത് മാർക്ക് ചെയ്യാനായിട്ടുള്ളത് വേണമെങ്കിൽ ഇവിടെ നമുക്ക് ആൽഫ ആണെന്ന് അല്ല ബീറ്റ ആണെന്ന് എടുക്കുക അല്ലേ. ഇവിടെ ഹോറിസോണ്ടൽ അടിച്ചു വിടുകയാണെങ്കിൽ ബീറ്റ ആണെന്ന് എടുക്കാം. നമുക്ക് അവിടെ നിൽക്കട്ടെ. അപ്പോൾ AB എനിക്ക് കിട്ടി. ഇനി എനിക്കുള്ള ഡയമെൻഷൻ നോക്കുക. അത് AB എന്ന് പറയുന്ന ട്രൂ ലെന്താണ്. ട്രൂ ലെന്താണെങ്കിൽ നമുക്ക് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് A'-B1' ആണ് എലിവേഷനിലെ ട്രൂ ലെന്തിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന പോയിൻറ്റ്സ് അല്ലെങ്കിൽ ലൈൻ. അപ്പോൾ അത് 75 mm ആണ്. അത് പ്ലാനിൽ വരുമ്പോൾ എന്താവും, A'-B1 ആവും. അതും എത്രയാണ് നമുക്ക് എഴുതാം, 75 mm എന്ന് എഴുതാം. അപ്പോൾ A'-B1' A'-B1ലെ ലെന്ത് 75 mm ആണ്. ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്നും ഇവിടെ മാർക്ക് ചെയ്യാൻ പറ്റുമോ നോക്കാം. അതായത് A ഇവിടെ ഉണ്ട്, B1 എന്ന് പറയുന്നത് ഈ ലോക്കസ് ലൈൻ അല്ലേ. അപ്പോൾ എനിക്ക് ഒരു കാര്യം കൂടെ അറിയാം, A'-B1 എന്ന് പറയുന്ന പോയിന്റും എനിക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, മാർക്ക് ചെയ്യാനായിട്ട് പറ്റും. അതിൻ്റെ ലെന്ത് എത്ര, 75 ആണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, സ്കെയിലെടുത്തു, 75 സെറ്റ് ചെയ്തു. എയിൽ തുടങ്ങി B1 എന്ന് പറയുന്ന ഈ ലോക്കസ് ലൈനല്ലേ, ഈ പോയിന്റ് എന്ത് ചെയ്തു, കട്ട് ചെയ്തു. അപ്പോൾ ഇവിടെ കിട്ടിയ പോയിന്റ് ഞാൻ എന്തെന്ന് കൊടുത്തു, B1 എന്ന് കൊടുത്തു. എന്നിട്ട് എയും B1 കൂടെ ഞാൻ എന്ത് ചെയ്തു, ജോയിൻ ചെയ്തെടുത്തു. അപ്പോൾ A'-B1 ആയി. ഇനി നമുക്ക് ഒരു കാര്യം കൂടെ ഞാൻ നേരത്തെ ചെയ്യാൻ പറ്റുമോ, A' എന്ന് പറയുന്നത് ഒരു വെർട്ടിക്കൽ ലൈനിൽ കിടക്കുന്ന പോലെ B ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചല്ലോ. B കണ്ടുപിടിച്ച സ്ഥിതിക്ക് നമുക്ക് B' എന്ന് പറയുന്നത് ഒരേ വെർട്ടിക്കൽ ലൈനിൽ കിടക്കുമെന്ന് അറിയാം. അപ്പോൾ ഇങ്ങനെ ഒരു ലൈൻ വരച്ചിടാം. മേളിലേക്കോ താഴേക്കോ വരയ്ക്കാം. ഞാൻ മേളിലേക്ക് തന്നെ വരച്ചതിന് കാര്യം ദ ലൈൻ വിൽ ബി എബോവ് എച്ച്, ദ പോയിന്റ് ഈസ് എബോവ് എച്ച്. അപ്പോൾ എക്സലൻ്റെ മേളിലെ B' വരത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് Bയിൽ വെച്ചൊരു വെർട്ടിക്കൽ ലൈൻ വരച്ചിട്ട് അതിലെവിടെയോ B' മേളിൽ കിടക്കും എന്നും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് മാർക്ക് ചെയ്ത് ഇട്ടേക്കണം. അപ്പോൾ ഞാൻ ഇതിലെവിടെയോ B' കിടക്കും എന്നുള്ളതും കൂടി ഞാൻ എന്ത് ചെയ്തു, മാർക്ക് ചെയ്ത് ഇട്ടു. B' വിൽ ബി ഇൻ ദിസ് ലൈൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മാർക്ക് ചെയ്തേ ഉള്ളൂ. ഇനി വേണമെങ്കിൽ നമുക്കിവിടെ ആൽഫയും ഫൈയും ഇവിടെ നമുക്ക് ആൽഫയിലല്ല ബീറ്റയും ഫൈയും വേണമെങ്കിൽ നമുക്കിവിടെ റെപ്രസെൻറ്റ് ചെയ്ത് കാണിക്കാൻ പറ്റും അല്ലേ. അപ്പോൾ ഇവിടെ വേണ്ട AB-യുടെ ഇൻക്ലിനേഷനാണ് ഹോറിസോണ്ടലായിട്ട്, എയിൽ വെച്ച് വരച്ച ഹോറിസോണ്ടലായിട്ട് മേക്ക് ചെയ്യുന്ന ഇൻക്ലിനേഷനാണ് AB-യുടെ ഇൻക്ലിനേഷനാണ് എന്താ ബീറ്റ എന്ന് പറഞ്ഞാൽ അപ്പാരൻ്റ് ഇൻക്ലിനേഷൻ. A'-B1 എന്ന് പറയുന്ന ട്രൂ ലെന്തിൻ്റെ ഇൻക്ലിനേഷനാണ് ഫൈ, ഇൻക്ലിനേഷൻ ഓഫ് ദ ലൈൻ വിത്ത് VP എന്ന് പറയുന്നത് ഫൈ. വേണമെങ്കിൽ നമുക്കത് ഇവിടെ തന്നെ മാർക്ക് ചെയ്യാം. അപ്പോൾ A'-B1ൻ്റെ ഇൻക്ലിനേഷൻ ഹോറിസോണ്ടലായിട്ട് മേക്ക് ചെയ്യുന്ന ഇൻക്ലിനേഷൻ ഫൈ ആണ്. വേണമെങ്കിൽ എനിക്ക് ഇപ്പോഴേ അത് എന്ത് ചെയ്യാം, മെഷർ ചെയ്താൽ ഞാൻ എല്ലാം വരച്ചതിന് ശേഷം മെഷർ ചെയ്യാമെന്ന് വെച്ചിട്ട് അതവിടെ മാറ്റി വെച്ചു. അതങ്ങനെ വെച്ച് റെപ്രസെൻറ്റ് ചെയ്തത് മാത്രമേ ഉള്ളൂ. ഇനി എനിക്ക് ബാക്കി എന്ത് ചെയ്യണം, എനിക്കിനി വേണ്ടത് A'-B' കണ്ടുപിടിക്കണം, B1' കണ്ടുപിടിക്കണം. എന്നാലേ തീറ്റ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. A'-B1' ഇംഗ്ലീഷിലാണല്ലോ തീറ്റ. അതുകൊണ്ട് അവിടെ A'-B' കണ്ടുപിടിക്കണം, A'-B1' കണ്ടുപിടിക്കണം. A'-B1' ഇംഗ്ലീഷും തീറ്റയും, A'-B'-ൻ്റെ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ആൽഫയും അപ്പാൻ്റെ ഇംഗ്ലീഷുമാണ്. അപ്പോൾ ഇതാണ് നമുക്കറിയാവുന്നുള്ളൊരു സാധനം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന പരിപാടി ഇവിടെ ചെയ്യുന്ന പരിപാടി തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. ഇവിടെ നോക്കി, ഇപ്പോൾ നമുക്ക് B1 എന്ന് പറഞ്ഞ പോയിൻ്റ് ഉണ്ട്. B1ൽ നിന്ന് നമ്മൾ B' എത്താൻ പറ്റും അല്ലേ. B' നമ്മൾ സാധാരണ B1 കണ്ടുപിടിക്കുന്നത് എങ്ങനെ, A'-B'-നെ റൊട്ടേറ്റ് ചെയ്തു, A' വെച്ച് വരച്ച ഹോറിസോണ്ടൽ റൊട്ടേറ്റ് ചെയ്തു. എന്നിട്ട് അവിടെ നേരെ ഒരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുന്നു. ഈ ലോക്കസ് ലൈനിൽ വന്ന് മുട്ടുന്ന പോയിൻ്റാണ് B1. അപ്പോൾ നമുക്കിവിടെ ഓൾറെഡി B1 ഉണ്ട്. B1 നിന്ന് തിരിച്ചു പോകണം. അപ്പോൾ എന്താ ചെയ്യുന്നത്, B1 നേരെ വെർട്ടിക്കൽ ലൈൻ വരയ്ക്കും. എവിടം വരെ വരയ്ക്കണം, A' വെച്ച് വരച്ച ഹോറിസോണ്ടൽ വരെ വെർട്ടിക്കൽ ലൈൻ വരയ്ക്കണം. അപ്പോൾ B1ൽ നിന്ന് ഞാൻ വെർട്ടിക്കൽ ലൈൻ വരയ്ക്കണം.
വരയ്ക്കണം. എവിടെ വെച്ച് വരച്ച ഹോറിസോണ്ടൽ വരെ? എ ഡാഷ് വെച്ച് വരച്ച ഹോറിസോണ്ടൽ വരെ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എ ഡാഷ് വെച്ച് ഞാനൊരു ഹോറിസോണ്ടൽ വരയ്ക്കണം. അല്ല എ ഡാഷ് വെച്ച് വരച്ച ഹോറിസോണ്ടൽ ഒരു പ്രത്യേകത ഉണ്ട്, അത് ഈ ലോക്കസ് ലൈനിൻ്റെ കൂടെ പോരും. കാരണം ഇത് 15 മില്ലിമീറ്റർ, ഇതും 15 മില്ലിമീറ്ററാണ്. അപ്പോൾ ഈ ലോക്കസ് ലൈനിൻ്റെ മേളിൽ കൂടെ തന്നെ ആയിരിക്കും എന്ത് പോകുന്നത്, ഈ എ ഡാഷ് വെച്ച് വരച്ച ഈ ഒരു ലൈൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ B1-ൽ നിന്ന് ഞാൻ ഇങ്ങനെ ഒരു വെർട്ടിക്കൽ ലൈൻ വരച്ച് ഈ ലൈനിലേക്ക് കൊണ്ട് മുട്ടിക്കുമ്പോൾ ഞാൻ വരച്ച എ ഡാഷ് വരച്ച ഹോറിസോണ്ടൽ ഏതാണ്? ഇതാണ്. B1-ൽ നിന്ന് വെർട്ടിക്കൽ വരച്ച ആ ലൈനിലേക്ക് മുട്ടിക്കാൻ നോക്കിയാൽ ഓൾറെഡി ആ ലൈൻ ആ B1-ൽ കൂടെ തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഇനി ഒരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കേണ്ട കാര്യം ഇവിടെ ഇല്ല. സാധാരണ നമ്മൾ എന്താ ചെയ്യുന്നത്, B1-ൽ നിന്ന് എ ബി വൺ ഇവിടെ ഉണ്ട്, B1-ൽ നിന്ന് വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുന്നു, എ ഡാഷ് വെച്ച് വരച്ച ഹോറിസോണ്ടൽ വരെ അതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് ഒരു പോയിന്റ് കണ്ടുപിടിക്കുന്നു. ഇവിടെ എ ഡാഷ് വെച്ച് വരയ്ക്കുന്ന ഹോറിസോണ്ടൽ ഓൾറെഡി B1-ൽ കൂടെ തന്നെയാണ് പോകുന്നത്. അപ്പോൾ B1-ൽ നിന്ന് ഇനി മുകളിലോട്ട് വെർട്ടിക്കൽ വരയ്ക്കേണ്ട ആവശ്യം ഇല്ല. ഇനി ഇവിടെ നിന്നുള്ള ബാക്കി പ്രൊസീജിയർ ചെയ്താൽ മതി. എ ഡാഷ് വെച്ച് വരച്ച ഹോറിസോണ്ടലും B1-ൽ നിന്ന് വരച്ച വെർട്ടിക്കലും കൂടെ ചേരുന്ന ആ ഒരു പോർഷനിൽ നിന്ന് ആർക്ക് എടുത്ത് നമ്മളിങ്ങനെ എന്ത് ചെയ്യുന്നു, ലോക്കസ് ലൈനിലേക്ക് കട്ട് ചെയ്ത് പോയാൽ അതിൽ കിടക്കുന്ന പോയിൻ്റാണ് നമ്മുടെ എന്ത് പോയിന്റ്, ബി ഡാഷ് എന്ന് പറഞ്ഞ പോയിന്റ്. അപ്പോൾ ഈ ആർക്കിൽ എന്തുണ്ട്, ബി ഡാഷ് എന്ന് പറയുന്ന പോയിന്റ് ഇല്ലേ? അപ്പോൾ അതേപടി ഇവിടെ എ ഡാഷ് എന്ന് പറയുന്ന പോയിന്റും ഇവിടെ വെർട്ടിക്കൽ വരച്ചാലും വരച്ചില്ലെങ്കിലും എവിടെ വന്ന് മുട്ടും, നമ്മുടെ ഈ ഒരു B1 വരെയുള്ള ഡിസ്റ്റൻസേ ഉള്ളൂ അല്ലേ. അപ്പോൾ എ ഡാഷ് വെച്ച് വരച്ച ഇതേപോലെയാണ് കേട്ടോ, എ ഡാഷ് മുതൽ ഈ B1-ൽ നിന്ന് വരച്ച ഹോറിസോണ്ടൽ വരെ. അപ്പോൾ എ ഡാഷ് ഇവിടെ വെർട്ടിക്കൽ വരെ, വെർട്ടിക്കൽ വരയ്ക്കണ്ട. അപ്പോൾ എ ഡാഷ് മുതൽ B1 വരെയുള്ള ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. അവിടെ നിന്ന് ബാക്കി നമുക്ക് ഉള്ള ഈ ആർക്ക് മാത്രമേ ഇവിടെ നിന്ന് കംപ്ലീറ്റ് ചെയ്യാവുള്ളൂ. അപ്പോൾ ഈ ആർക്ക് ഞാൻ ഇങ്ങനെ എന്ത് ചെയ്തു, കംപ്ലീറ്റ് ചെയ്തങ്ങ് പോയി. അപ്പോൾ ആർക്കിൻ്റെ ഒരു പ്രത്യേകത, ഈ ആർക്കിൽ എന്ത് കിടക്കും, ബി ഡാഷ് കിടക്കും. ഈ ആർക്കിൽ എന്ത് കിടക്കും, ബി ഡാഷ് കിടക്കും. അപ്പോൾ ഈ ആർക്കിലും ബി ഡാഷ് കിടക്കും. ബി എന്നും പറയുന്നതും ബി ഡാഷ് എന്ന് പറയുന്നതും ഒരേ വെർട്ടിക്കൽ ലൈനിലുമായിരിക്കും. അപ്പോൾ ഈ ലൈനിലും ബി ഡാഷ് കിടക്കും, ഈ ആർക്കിലും ബി ഡാഷ് കിടക്കും. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റ് എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്, ബി ഡാഷാണ്. അത് എക്സാക്റ്റ് ആയിട്ട് ആ പോയിന്റ് നമുക്ക് എന്ത് മാർക്ക് ചെയ്യാം, ബി ഡാഷായിട്ട് മാർക്ക് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്കവിടെ എന്താ ചെയ്യാനുള്ളത്, എ ഡാഷും ബി ഡാഷും കൂടി ജോയിൻ ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. ബി ഡാഷ് വെച്ച് വരച്ചാൽ അവിടെ വെച്ച് ഹോറിസോണ്ടൽ ലൈൻ വരച്ച് നമുക്ക് ലോക്കസ് ലൈനിൽ B1 ഡാഷ് മാർക്ക് ചെയ്തൂടെ. അപ്പോൾ ഞാൻ അവിടെ വെച്ച് തന്നെ എന്ത് ചെയ്യാണ്, ലോക്കസ് ലൈൻ വരച്ച് B1 ഡാഷ് മാർക്ക് ചെയ്യാൻ പോവാം. എന്ത് ചെയ്തു, B1 ഡാഷ് എങ്ങനെ മാർക്ക് ചെയ്യും, അതായത് എ ഡാഷ് B1 ഡാഷിൻ്റെ ലെന്ത് തന്നെയാണ് 75. അപ്പോൾ എ ഡാഷ് B1-ൻ്റെ അതേ ലെന്ത് തന്നെയാണ്, അതേ ലെന്ത് തന്നെ എ ഡാഷ് വെച്ചു. വേണമെങ്കിൽ ഞാൻ ആദ്യമേ ഒന്ന് എഴുതിയിടാം. ബി ഡാഷ് എന്ന് പറയുന്നത് ഈ ലൈനിലാണെങ്കിൽ B1 ഡാഷ് ഇതേ ലൈനിൽ കിടക്കും. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്തപ്പോൾ കിട്ടിയ പോയിൻ്റാണ് ഇത്, B1 ഡാഷ് 75 ആയിരിക്കും ഇല്ലേ, ട്രൂ ലെന്ത്. അപ്പോൾ എ ഡാഷും B1 ഡാഷും കൂടി ജോയിൻ ചെയ്തെടുക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എ ഡാഷ് B1 ഡാഷിന് ഇംഗ്ലീഷിനാണ് നമ്മുടെ എന്തെന്ന് പറഞ്ഞാൽ തീറ്റ എന്ന് പറഞ്ഞാൽ. അപ്പോൾ എ ഡാഷ് ബി ഡാഷ് എന്ന് പറയുന്നതിൻ്റെ ലെന്ത് വേണമെങ്കിൽ ഞാൻ അളന്നത്. അപ്പോൾ എല്ലാം ആയി. എ ഡാഷ് ബി ഡാഷിൻ്റെ ലെന്ത് എത്രയായി, ഇപ്പോൾ എനിക്ക് 64 കിട്ടി. അപ്പോൾ എ ഡാഷ് ബി ഡാഷ് എന്ന് പറയുന്നത് 64 എന്ന് പറഞ്ഞെഴുതാം, മില്ലിമീറ്റർ എന്ന് പറഞ്ഞെഴുതാം. പിന്നെ അടുത്ത തീറ്റ എന്ന് പറയുന്നത് ഞാനിപ്പോൾ മെഷർ ചെയ്ത് എത്രയാണോ നിങ്ങൾക്ക് കിട്ടുന്നത്, ഒരു 3 ഡിവിഷൻസ് യൂണിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാം കേട്ടോ. തീറ്റ എന്ന് പറയുന്നത് നമ്മൾ മെഷർ ചെയ്യുമ്പോൾ തീറ്റയുടെ വാല്യൂ എത്രയാണ്, 45. ഇപ്പോൾ തീറ്റ 45, ഇവിടെ 5 എന്ന് പറയുന്നത് എത്രയാണെന്ന് നോക്കുക, എന്താണ് B1-ൻ്റെ ഇൻക്ലിനേഷൻ 524 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് അവിടുത്തെ എന്തായിട്ട് വരുന്നത്, ആൻസറായിട്ട് ഓൾമോസ്റ്റ് വരുന്നത്. 24 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 28 വരെയൊക്കെ പോകും കേട്ടോ. അത് ഞാൻ ഒരു കാര്യമുണ്ട്, കറക്റ്റ് എക്സാക്റ്റിൻ്റെ മണ്ടേ വന്നിരുന്ന് വരച്ചാലേ കറക്റ്റ് പോയിന്റ് കിട്ടത്തുള്ളൂ. ഈ ലോക്കസ് ടൈം വരച്ചപ്പോൾ ചെറിയ ഡിഫറൻസ്. അപ്പോൾ ഇത് തന്നെ ആവണമെന്നില്ല, ഇതൊരു 48 50 ഒക്കെ വരാം, ഇത് 28 അങ്ങനെയൊക്കെ വരാം, ഒരു വേരിയേഷൻസ് ഒക്കെ വരാം. 64 എന്ന് പറയുമ്പോൾ 68 ആവാം. അപ്പോൾ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നോക്കിക്കോളുക. അത് കാര്യമായിട്ട് നോക്കണ്ട, അത് പ്രശ്നമില്ല. ഇത് 40 എന്ന് പറഞ്ഞാൽ 60 ഒന്നും ആവാതിരുന്നാൽ, ഇത് 20 എന്ന് പറഞ്ഞാൽ 35 അല്ലെങ്കിൽ ഇതൊരു 10 15 ആവാതിരുന്നത്. അപ്പോൾ ആ വലിയ വേരിയേഷൻസ് വരാതിരുന്നാൽ മതി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു സാധനം. അപ്പോൾ ഇത് മൊത്തം റെക്കോർഡായെന്ന് നോക്കിയിട്ട് ആയിട്ടുണ്ട്. നേരത്തെ പക്ഷേ 20 മിനിറ്റ് എടുത്തായിരുന്നു കേട്ടോ, അപ്പോൾ 15 മിനിറ്റ് കൊണ്ട് തീർന്നു. അപ്പോൾ ഇതാണ് പരിപാടി എന്ന് പറഞ്ഞാൽ. അപ്പം പ്ലാൻ എലിവേഷനുമായി. അപ്പോൾ നമ്മൾ ഡാർക്ക് ചെയ്യേണ്ട സാധനങ്ങൾ ഇത്ര മാത്രമേ ഉള്ളൂ. B1 എന്ന് പറയുന്ന സാധനം എന്ത് ചെയ്യുക, ഡാർക്കായിട്ട് എടുക്കുക. B ഡാർക്കായിട്ട് എടുക്കുക. B ഡാഷ് ഡാർക്കായിട്ട് എടുക്കുക. B1 ഡാഷ് ഡാർക്കായിട്ട് വേണമെങ്കിൽ ആൽഫയും ബീറ്റയും കൂടെ എന്ത് ചെയ്യാം നമുക്ക് പറയാം. ഇതെന്ന് പറഞ്ഞാൽ ബീറ്റയാണല്ലേ, Bയുടെ ഇംഗ്ലീഷൻ ബീറ്റ, B ഡാഷിൻ്റെ ഇംഗ്ലീഷൻ ആൽഫ. അത് വേണമെങ്കിൽ ഇവിടെ എന്ത് ചെയ്യാം, ഈ ആൻസർ എടുത്ത് എഴുതാം കേട്ടോ. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ആ ആൻസർ മസ്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, എടുത്തൊരു ബോക്സിനകത്താക്കി എഴുതി തരണം. ഇവിടെ മില്ലിമീറ്റർ ഇനിയിപ്പോൾ ഡയമെൻഷൻ ചെയ്യുവാണെങ്കിൽ ആലോചിച്ചോളാം. ഡയമെൻഷൻ ഇപ്പോൾ ഈ ടൂളിൽ നിന്നൊക്കെ ഡയമെൻഷൻ ചെയ്യുകയാണെങ്കിൽ അതിന് പെർപെൻഡിക്കുലറായിട്ട്
ഇങ്ങനെ പുറത്തേക്ക് ലൈൻ വരച്ചിട്ട് ആണ്ട് ഇതിന് പെർപെൻഡിക്കുലറായിട്ട് ഇങ്ങനെ ആണ്ട് ഇതിന് രണ്ട് പുറത്തേക്ക് ലൈൻ വരച്ചിട്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡയമെൻഷൻ ചെയ്യുന്നു. ഇവിടെ ഒരു ലൈൻ വരയ്ക്കുന്നു, ഡയമെൻഷൻ ലൈൻ വരയ്ക്കുന്നു. എന്നിട്ട് ആ ഡയമെൻഷൻ ലൈൻ എന്ത് ചെയ്യണം, കറക്റ്റ് പ്രോപ്പറായിട്ട് വേണം നിങ്ങളുടെ ആരോ സെറ്റ് ചെയ്യാനായിട്ട്. ആരോ സെറ്റ് ചെയ്യുമ്പോഴത്തേക്കാണ് പലപ്പോഴും കൈ കൊണ്ടൊക്കെ വരയ്ക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത്. അപ്പോൾ അത് മറ്റേ ലെഡ് പെൻസിൽ വെച്ചാണെങ്കിൽ കറക്റ്റ് നമുക്ക് ആരോ കിട്ടും. ഇതാണെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. കാരണം ഇത്ര ആരോ ഭയങ്കര ഡാർക്കായി കളയരുത് ഷെയ്ഡ് ചെയ്യുന്നെങ്കിൽ. ഇപ്പോൾ 64 എന്ന് കിട്ടിയാൽ ഇവിടെ 64 എന്ന് എഴുതിയാൽ മാത്രം മതി. എന്നിട്ട് ഇവിടെ സൈഡിൽ എഴുതി വെക്കണം ഓൾ ഡൈമെൻഷൻസ് ആർ ഇൻ മില്ലിമീറ്റർ എന്ന് എഴുതിയാൽ മതി. നമ്മൾ എഴുതുന്ന എല്ലാ ഡയമെൻഷൻസും മില്ലിമീറ്റർ അല്ല, ഇവിടെ മില്ലിമീറ്റർ എന്ന് എഴുതി വൃത്തികേടാക്കേണ്ട കാര്യം. ഇപ്പോൾ ഇതിനകത്ത് ഈ സാധനം ഡയമെൻഷൻ ചെയ്യുന്നെങ്കിൽ ഇതിന് പെർഫെക്റ്റായിട്ട് വേറെ ലൈൻസ് വരച്ച് വേറെ എങ്ങോട്ടെങ്കിലും ഇത് ചെയ്യാൻ നിൽക്കേണ്ട. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് അത് പരിപാടി ചെയ്യേണ്ടത്. അപ്പോൾ ഇതിന് രണ്ട് പെർപെൻഡിക്കുലറായിട്ട് വരച്ചിട്ട് അത് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ഡയമെൻഷൻ ലൈനെ കട്ട് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല, ഇതിനെ കട്ട് ചെയ്യരുത്, ഈ ഡയമെൻഷനെ കട്ട് ചെയ്യരുത്, ഇത് അകത്തിരിക്കണം, ഇവിടെ ഇങ്ങനെ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് ഡയമെൻഷൻസും കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ 15 ചെയ്യുമ്പോഴും അതേപോലെ തന്നെ. അപ്പോൾ നിങ്ങളിപ്പം ഇൻ കേസ് ഈ ഒരു 50 മില്ലിമീറ്റർ നിങ്ങൾക്ക് ഡയമെൻഷൻ ചെയ്യണമെങ്കിൽ ഇങ്ങോട്ട് മാറ്റിയിട്ട് കണ്ട ഇവിടെ ഇങ്ങനെ വരയ്ക്കുക. എന്നിട്ട് ഇതേപോലെ ആരും ഇടണേ. ഞാൻ പിന്നെ ഇപ്പോൾ കൈ കൊണ്ട് കണ്ട് ഇങ്ങനെ കാണിക്കുക. ഇങ്ങനെ ആരും ഇട്ടിട്ട് ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ വൃത്തിയിടാവും. കൈ കൊണ്ട് ഇങ്ങനെ ചെയ്യേണ്ട. ഇങ്ങനെ ഇട്ടിട്ട് ഈ 50 എന്ന് പറഞ്ഞാൽ ഇവിടെ പാരലായിട്ടാണ് ഇങ്ങനെ ചെയ്യണം. അപ്പോൾ അങ്ങനെ വേണം ഡയമെൻഷൻസ് ചെയ്ത് ഇത് കംപ്ലീറ്റ് ചെയ്തെടുക്കാനാണ്. അപ്പോൾ കാണുമ്പോൾ ഒരു വൃത്തി വേണം. നീറ്റ്നെസ്സിന് എന്തായാലും 1-2 മാർക്ക് അവിടെ എന്തായാലും ഉണ്ടാവും. അപ്പോൾ ആ കാര്യങ്ങൾ നോക്കുക. ഇത് പ്രശ്നമില്ലാത്തൊരു ക്വസ്റ്റ്യനാണ്, ചെയ്ത് നോക്കുക.